വെളിപ്പെടുത്തലുകൾ, ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, യേശുവിൻ ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, പരിശുദ്ധാത്മാവിൻ വെളിപ്പെടുത്തലുകൾ. രോഗികൾ ദുഃഖിതർ ബന്ധിതർക്കും ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, യേശുവിൻ ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, പരിശുദ്ധാത്മാവിൻ വെളിപ്പെടുത്തലുകൾ. പ്രിയ പ്രേക്ഷകരെ, ആത്മാവിന്റെ വെളിപ്പെടുത്തലുകളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും ഹൃദയപൂർവ്വം സ്വാഗതം. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. നായ്ക്കമ്പറമ്പിലച്ചൻ നമുക്കായി പ്രാർത്ഥന നയിക്കും. പ്രഭാഷകന്റെ പുസ്തകം 52-ാം അധ്യായത്തില് വളരെ ആനന്ദം നൽകുന്ന ഒരു വചനം. എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് വാഴ്ത്തി പുകഴ്ത്താം. അവിടുന്ന് ജനനം മുതൽ നമ്മെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ഹൃദയാഹ്ലാദം നൽകി, സന്തോഷം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ വെളിപ്പെടുത്തലിന്റെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്റെ ഹൃദയത്തിലും മനസ്സിലും ദൈവം നൽകുന്ന സന്തോഷമാണ് ഇപ്പോൾ വചനരൂപത്തിൽ ഞാൻ പങ്കുവച്ചത്. ദൈവം നമ്മളെ എല്ലാവരെയും അനന്തമായ സ്നേഹത്താലും കരുണയാലും നന്മയാലും പരിപാലിക്കുകയും നിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവം ചെയ്യുന്ന വൻകാര്യങ്ങൾ, ദൈവം പഠിപ്പിക്കുന്ന വൻകാര്യങ്ങൾ പങ്കുവയ്ക്കുവാനും അങ്ങനെ വലിയൊരു ദൈവജനത്തെ ആത്മീയ ഉത്കർഷത്തിലേക്ക്, പ്രത്യാശയിലേക്ക് നയിക്കുവാൻ ദൈവം ഈ ശുശ്രൂഷയെ ഉപയോഗിക്കുന്നു, നമ്മളെ ഉപകരണമാക്കുന്നു. ആകയാൽ നല്ലവനായ ദൈവമേ, ഈ സമയത്തെ അവിടുന്ന് ആസ്വദിക്കണമേ, ഞങ്ങളുടെ കൂടെ വസിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ പങ്കുവെക്കേണ്ട കാര്യങ്ങൾ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു തരണമേ. ദൈവജനത്തിന്റെ ആത്മീയ ഉത്കർഷത്തിനും ശാരീരികവും മാനസികവും കുടുംബപരവുമായ എല്ലാ അനുഗ്രഹത്തിനും ആവശ്യമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ കൃപയരുളണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പിതാവേ, കേട്ടരുളണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. പ്രിയ പ്രേക്ഷകരെ, ഒരുപക്ഷെ ഈ ആത്മാവിന്റെ വെളിപ്പെടുത്തലുകളുടെ പ്രേക്ഷകർക്ക് അറിയാവുന്നതും മിക്കവാറും ഓർമ്മയിൽ നിലനിൽക്കുന്നതുമായ ഒരു കാര്യം തന്നെയാണ് ഇന്നും ചർച്ചാ വിഷയമാക്കുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പ് കേരളം വരൾച്ച കൊണ്ട് വലഞ്ഞ ഘട്ടത്തിൽ നായ്ക്കമ്പറമ്പിലച്ചന് വ്യക്തിപരമായി ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ചില കാര്യങ്ങൾ, അച്ഛന്റെ ഭാഷയിൽ പറഞ്ഞാൽ മഴ വചനങ്ങൾ, അവ പ്രസംഗത്തിലും അച്ചടിച്ച് വിതരണം ചെയ്തും എല്ലാം കേരളത്തെ മഴ കൊണ്ട് സമൃദ്ധമാക്കിയ ഒരു ദൌത്യം ദൈവം അച്ഛനിലൂടെ നിർവഹിച്ചു. ഇപ്പോൾ വീണ്ടും കേരളം വരൾച്ചയെ നേരിടുന്ന ഒരു ഘട്ടത്തിൽ അതേ കാര്യം സംസാരിക്കാൻ തീരുമാനിക്കുന്നത് ആ മേഖലയിൽ അച്ഛന് പുതിയ ചില സന്ദേശങ്ങൾ ഈ അടുത്ത കാലയളവിൽ ലഭിച്ചതുകൊണ്ടാണ്. ആത്മാവിന്റെ വെളിപ്പെടുത്തലിലൂടെ ദൈവം ഈ സമീപകാലത്ത് അച്ഛന് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നമുക്കും ലോകത്തിനാകമാനവും കൈമാറാനായി ആ വിഷയത്തിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി വരുന്നു. അച്ഛ, ഇങ്ങനെ 3 വർഷം മുമ്പ് മഴയ്ക്കു വേണ്ടിയുള്ള ഒരു ദാഹവും പ്രാർത്ഥനയും അച്ഛൻ രൂപപ്പെടുത്താൻ കാരണമായ സാഹചര്യങ്ങൾ, അതിന്റെ പിന്നിലുള്ള വെളിപ്പെടുത്തലുകൾ ഒന്ന് ഓർമ്മപ്പെടുത്താം. അതികഠിനമായ വരൾച്ചയുടെ കേരളവും തമിഴ്നാടും മഹാരാഷ്ട്രയും മറ്റ് ചില സംസ്ഥാനങ്ങളും എല്ലാം കടന്നു പോകുന്ന അവസരമായിരുന്നു. ആർക്കും ഒന്നും ചെയ്യാനില്ല, പറയാനില്ല. മന്ത്രിമാർക്കോ MLA-മാർക്കോ MP-മാർക്കോ ആർക്കും ഒന്നും ചെയ്യാനില്ലാത്ത നമുക്കും ഒന്നും പ്രത്യേകം ചെയ്യാനില്ലാത്ത ഒരു നിസ്സഹായ അവസ്ഥ. എന്നാൽ ഡാമിൽ വെള്ളം പറ്റുന്നു, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിക്കാൻ സാധിക്കുന്നില്ല. ഈ നിസ്സഹായ അവസ്ഥയുടെ മുമ്പിൽ ഒരു കാര്യം ഇപ്പോൾ അനുസ്മരിക്കുകയാണ്.
ലോകം സൃഷ്ടിച്ച നാള് തൊട്ട്, ഭൂമി സൃഷ്ടിച്ച നാള് തൊട്ട് മഴയും വെയിലും ചൂടും തണുപ്പും എല്ലാം തരുന്ന ദൈവം, നമ്മുടെ അസ്തിത്വത്തിന് കാരണവും നിലനിർത്താൻ വേണ്ടി എല്ലാം തരുന്ന ദൈവം. പലപ്പോഴും നമ്മൾ ദൈവത്തിന് നന്ദി പറയാൻ മറന്നുപോകും. പലപ്പോഴും നമ്മൾ ദൈവവചനം മറന്നുപോകും. ദൈവത്തെ മറക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനവും മറക്കുന്നു. നമ്മൾ സ്വന്തം ബുദ്ധിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടും മാനുഷികമായ കഴിവുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും എല്ലാം ദൈവത്തെ മറന്നു എന്നവണ്ണം പോകുന്ന കാലം. അങ്ങനെയുള്ള കാലങ്ങളിൽ ചില വെളിച്ചം വീശലുകളും വെളിപ്പെടുത്തലുകളും നൽകി നമ്മെ ഉണർത്തുവാൻ വേണ്ടി ദൈവം സഹനം അനുവദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകാം. അങ്ങനെയായിരിക്കാം ദൈവം ഇന്ത്യ തന്നെ മുഴുവനായിട്ട് ഈ വരൾച്ചയുടെ ഒരു പീഡ അനുഭവിക്കുവാൻ കൈവിട്ടത്. ഏലിയാ പ്രവാചകൻ നമ്മെപ്പോലൊരു മനുഷ്യനായിരുന്നു. മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിച്ചു, 3.5 വർഷം മഴ പെയ്തില്ല. മഴ പെയ്യരുതെന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ഒരു ചിന്ത കൊടുത്തു കാണും. കാരണം ജനതയുടെ വിശ്വാസത്തിന്റെ കണ്ണ് തുറക്കണമെങ്കിൽ കഷ്ടതകൾ അനുവദിച്ചാലേ അവര് ദൈവത്തെ അന്വേഷിക്കൂ എന്നൊരു അവസ്ഥാവിശേഷം എല്ലായിടത്തും തന്നെയുണ്ട്. ഏതായാലും ഈ കേരളം വരൾച്ചയെ നേരിടുന്ന അവസരത്തില് ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലെങ്കിലും സാധാരണ മനുഷ്യർ തീർച്ചയായും പ്രാർത്ഥിച്ചു കാണും. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോടിങ്ങനെ പറയുന്നതായിട്ട് അനുഭവപ്പെട്ടു. എന്റെ ഡയറി എടുത്ത് അവിടെ ഇവിടെയൊക്കെ എഴുതി വച്ചിരിക്കുന്ന മഴ വാഗ്ദാനം ചെയ്യുന്ന വചനങ്ങളൊന്ന് ശേഖരിച്ചെടുക്കുക. അപ്പൊ ഞാൻ അങ്ങനെ മനഃപൂർവ്വം ചെയ്തിട്ടുണ്ടോ എന്ന് പോലൊരു ഓർമ്മ എനിക്കില്ല. ഞാൻ തുറന്നപ്പോൾ അവിടെ ഇവിടെയെല്ലാം മഴ വാഗ്ദാനം ചെയ്യുന്ന വചനങ്ങളുണ്ട്. അത് ഒരു ഒരു കമ്പ്യൂട്ടർ പേപ്പറിന്റെ 2 വശത്തും അച്ചടിച്ച് ഒരു 10-100 വിതരണം ചെയ്തു. അതിന്റെ അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഇത് കിട്ടുന്നവർ ഇതിന്റെ ഏതാനും കോപ്പി എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കണം. അങ്ങനെ ഒരു യൗവനക്കാരൻ കാഞ്ഞിരപ്പള്ളിയിൽ അതിന്റെ 100 കോപ്പി എടുത്ത് അവന്റെ സുഹൃത്തിന് 50 കോപ്പി കൊടുത്തു. അത് വിതരണം ചെയ്ത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അടിപൊളി മഴ, ഇടിവെട്ടും മഴയും 18 ദിവസം രാത്രിയും പകലും. അപ്പോ ഇടുക്കിയിലാണ് ആ മഴ. അപ്പൊ ആ മകനോട് വിളിച്ച് ചോദിച്ചു, അച്ഛാ ഇനി മഴ നിർത്താൻ പറ്റിയ വചനം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഇതുവരെ എനിക്ക് അറിയാൻ പാടില്ല. അവൻ പറഞ്ഞു, എന്റെ ഭാര്യ വീട് ബാലായിലാണ്, അങ്ങോട്ട് അയച്ചു കൊടുത്തു, അവിടെയും ഭയങ്കരമായ മഴയാണ്. ഏതായാലും ഈ മഴയുടെ വർഷം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഈ കടലാസിന്റെ കോപ്പി കൊണ്ടുപോയി വചനം വിതരണം ചെയ്തു. പിന്നീട് ഞങ്ങൾ മഹാരാഷ്ട്രയിൽ ചെന്നപ്പോ അവിടെയും ദുഷ്കാലം എന്ന് പറയുന്നത് ഉണക്ക്, അവിടെയും റാഹൂരി എന്ന സ്ഥലത്ത് ഈ പേപ്പർ വിതരണം ചെയ്തു. പിന്നീട് അത് ധാരാളം മഴ പെയ്തു. നമ്മുടെ ധ്യാനമന്ദിരം ബോംബെയിൽ കല്യാണിലുള്ള ധ്യാനമന്ദിരത്തില് ഒരച്ഛനും 2 സിസ്റ്റേഴ്സൊക്കെ വന്നപ്പോൾ അവര് ഇതിന്റെ കോപ്പി കൊണ്ടുപോയി 2 ദിവസം സംശയിച്ച് കൈ പിടിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇതിന്റെ കോപ്പി എടുത്തു. അടിപൊളി മഴ. ഈ മഴ മധ്യപ്രദേശിലും ഉത്തരാഞ്ചലിലും എല്ലാം ഈ മഴയുടെ ഒരു പ്രവാഹം ഉണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം, ഒരു വെളിവായി മനസ്സിലാക്കിയത്, നമ്മള് ബൈബിളിലെ വചനം, മഴ വാഗ്ദാനം ചെയ്ത വചനം അച്ചടിച്ച് വിതരണം ചെയ്തപ്പോഴേ മഴ പെയ്തെങ്കിൽ ദൈവം എന്തിനാണ് ആ പദ്ധതി വെളിപ്പെടുത്തിയത്? എഴുതപ്പെട്ട വചനത്തിന് ദൈവ സാന്നിധ്യം, ദൈവിക ജീവൻ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് നമ്മള് ഈശോ പറയുന്നുണ്ടല്ലോ, യോഹന്നാൻ 6:63, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ആ ഉണ്ടാകട്ടെ എന്ന വചനത്തിൽ കൂടിയാണ് ഒരു പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതും മാത്രമല്ല കോടാനുകോടി വർഷമായിട്ട് ഇന്നുവരെ നിലനിർത്തുന്നതും. ദൈവവചനത്തിന്റെ അനന്ത ശക്തിയാണ്. ഇതിൽ നിന്ന് മഴ വർഷിച്ചുകൊണ്ട് ഈ തലമുറയുടെ ദൈവം വെളിപ്പെടുത്തുന്ന സന്ദേശം, ബൈബിളിലെ എഴുതപ്പെട്ട വചനത്തിന് അതിലൊരു ദൈവസാന്നിധ്യം കിടപ്പുണ്ട്, അതിലൊരു ദൈവിക പദ്ധതി ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ തലമുറയെ അനുഗ്രഹിക്കാൻ എഴുതപ്പെട്ട വചനത്തിൽ ദൈവത്തിന്റെ ശക്തി അവിടുന്ന് വർഷിക്കുന്നു. എഴുതപ്പെട്ട വചനത്തിലൂടെ ഇതൊരു വലിയൊരു
ഉത്സാഹം തരുന്ന അറിവാണ്. പ്രിയ പ്രേക്ഷകരെ, നമ്മളിപ്പോൾ ഈ ആത്മാവിന്റെ വെളിപ്പെടുത്തലിലൂടെ അതിശക്തമായ ഒരു വെളിപ്പെടുത്തൽ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രപഞ്ചം ഉരുവായത് വചനത്താലാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചം നിലനിൽക്കേണ്ടതും വചനാധിഷ്ഠിതമായിട്ടാണ്. വചനാധിഷ്ഠിതമായിട്ടല്ലാതെ ഈ പ്രപഞ്ചത്തെ നിലനിർത്താനുള്ള ചില പരിശ്രമങ്ങൾ ഏതെങ്കിലും കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നതിന്റെ ഫലമാണ് ഈ പ്രപഞ്ചത്തിന്റെ താളം തെറ്റിപ്പോകുന്നത്. അവിടെ വചനത്തിലേക്ക് തിരികെ വരാൻ ദൈവം മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതാണ്. അതിന് വരൾച്ച എന്നൊരു കാലഘട്ടം ദൈവം അനുവദിക്കുകയും നാക്യംപറമ്പലത്തിനെ പോലെ പ്രവാചകത്വമുള്ള ഒരാളെ കാലങ്ങളായി മഴവചനങ്ങൾ പ്രത്യേക ലക്ഷ്യമൊന്നുമില്ലാതെ ഡയറിയിൽ കുറിച്ചിടുകയും പിന്നീട് അത് കോർത്തിണക്കി പ്രാർത്ഥനയാക്കി മാറ്റാൻ വചനത്തിൽ ആശ്രയിച്ച് ദൈവം വചനത്താൽ ഉരുവാക്കിയ ഈ പ്രപഞ്ചത്തെ നിലനിർത്താനുള്ള കടപ്പാട് നമുക്കുണ്ട് എന്ന അതിശക്തമായ ഒരു പരിശുദ്ധാത്മ വെളിപ്പെടുത്തലാണ് നമ്മൾ കേട്ടത്. പിന്നീടുള്ള കാലഘട്ടങ്ങളിലെല്ലാം വരൾച്ച വരികയോ പ്രാർത്ഥിക്കുകയോ പെട്ടെന്ന് മഴ പെയ്യോ അങ്ങനെയാണോ രീതി? വളരെ ഉത്സാഹത്തോടെ മഴ കർത്താവ് വർഷിച്ചു, ദൈവവചനം അച്ചടിച്ച് വിതരണം ചെയ്തപ്പോൾ എന്നത് അനേക സ്റ്റേജുകളിൽ ഉത്സാഹത്തോടെ ഞാൻ പങ്കിട്ടു. ആരും അതിന്റെ പേരിൽ ഒരു അഭിനന്ദനമോ ഒരു കൺഗ്രാജുലേഷനോ എന്നോട് പറഞ്ഞിട്ടില്ല. അടുത്ത കൊല്ലം മഴ പെയ്യാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാല് പിറ്റേ കൊല്ലം ഇതുപോലെ വരൾച്ച, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു മഴയില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു ഒട്ടും പേടിക്കണ്ട, നമ്മുടെ കയ്യിൽ വചനം അച്ചടിച്ചിരിപ്പുണ്ട്, ഇതിന്റെ കോപ്പി എടുത്ത് ഇംഗ്ലീഷിലാക്കി അവിടെ ഇംഗ്ലീഷിലാക്കി വിതരണം ചെയ്ത് ബോംബെയിലും. പക്ഷേ 1000 കോപ്പി വിതരണം ചെയ്തിട്ടും മഴ വരുന്നില്ല. അപ്പൊ പിന്നെ ഒരു ലജ്ജയോടുകൂടെ എന്ന് വണ്ണം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ വളരെ പ്രഘോഷിച്ച കാര്യമാണ്, എന്തുകൊണ്ട് മഴ പെയ്യുന്നില്ല. അപ്പൊ കർത്താവിന് ചില കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്താനുണ്ട്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സ്വാഭാവികമായി നമുക്ക് 2 കണ്ണുണ്ടെങ്കിലും അത് നമ്മുടെ അവകാശം, നമുക്കുണ്ട്, കാണുന്നു. കണ്ണിന് കാഴ്ച പോയി കഴിഞ്ഞിട്ട് ഒന്ന് കാഴ്ച കിട്ടിയ കുറച്ചു കാലത്തേക്കൊക്കെ തീർച്ചയായിട്ടും നന്ദിയുണ്ട്. നമുക്ക് കൈകാലുകളുണ്ട്, ബുദ്ധിശക്തിയുണ്ട്, ഓർമ്മശക്തിയുണ്ട്. ഇതെല്ലാം നമുക്ക് അവകാശപ്പെട്ടതെന്നുള്ള മട്ടിലാണ് എല്ലാവരും അത് കൈകാര്യം ചെയ്യുന്നത്. നന്ദിയും സ്തുതിയും പറയുക എന്നുള്ളത് ഒരു അടിസ്ഥാന കടമയാണ്, ദൈവത്തിന് നന്ദിയും സ്തുതിയും പറയാൻ. പക്ഷെ മനുഷ്യൻ അതിന് കാര്യമായിട്ട് സമയം ഇല്ലെന്ന് പറയും, ജോലി തിരക്കാന്ന് പറയും. 24 മണിക്കൂറിൽ 10-1 സമയം ദശാംശമെങ്കിലും കർത്താവിന് വേണ്ടി മാറ്റിവെക്കേണ്ടതാ. പക്ഷെ പലർക്കും ഒരുപക്ഷെ ഒരു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ പ്രാർത്ഥന ഒരുക്കി കളയാനും ഒരു സാമർഥ്യമുണ്ട്. അപ്പോ അങ്ങനെയുള്ള സകല ജനതതിക്കും വേണ്ടി, ജനപദങ്ങൾക്കും വേണ്ടി മാപ്പി ചോദിക്കാനും നന്ദി പറയാനും കൂടി ഒരു കടമ നമുക്കുണ്ട്. നന്ദി പറയാത്തവർക്ക് വേണ്ടി നന്ദി പറയുക, മാപ്പി ചോദിക്കാത്തവർക്ക് വേണ്ടി മാപ്പി ചോദിക്കുക. അതാണല്ലോ ഈ സിസ്റ്റർ ഫൗസ്റ്റീനായിക്ക് ദൈവം ഈശോയുടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. കർത്താവെ കരുണയായിരിക്കണമേ. അത് നമുക്ക് 5-10 പേർക്ക് വേണ്ടിയല്ല, ലോകം മുഴുവന്റെ മേൽ. നന്ദി പറയാത്ത ലോകം, ദൈവത്തെ ആരാധിക്കാത്ത ലോകം, ദൈവത്തെ മറന്നു കളയുന്ന ലോകം, അവർക്കൊക്കെ വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന സിസ്റ്റർ ഫൗസ്റ്റീനായിലൂടെ ദൈവം വെളിപ്പെടുത്തുകയും അത് വളരെ വേഗം ലോകം മുഴുവൻ എല്ലാ രാജ്യങ്ങളിലും പ്രചരിക്കാൻ ദൈവം ഇടയാക്കുകയും ഒക്കെ ചെയ്തു. കരുണക്കൊന്ത ചെല്ലുന്നതിൽ കേരളത്തിലുള്ളവർക്കും എല്ലാവർക്കും വലിയ സന്തോഷവും ഉത്സാഹവുമാണ്. അതിനകത്തൊരു ആനന്ദമുണ്ട്, ദൈവം വെളിപ്പെടുത്തി തന്ന ഒരു പ്രാർത്ഥന എന്ന നിലയിൽ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം മഴ പെയ്യാനുള്ള 1000 പേപ്പറെങ്കിലും കോപ്പിയെങ്കിലും മഹാരാഷ്ട്രയിൽ വെച്ച് 2 സ്ഥലത്ത് വിതരണം ചെയ്തു. മഴ വന്നില്ല. അപ്പൊ പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാതെ നിവൃത്തിയില്ലാതെയായി. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നന്ദി പറയാത്തവർക്ക് വേണ്ടി നന്ദി പറയുക, മാപ്പി ചോദിക്കാത്തവർക്ക് വേണ്ടി മാപ്പി ചോദിക്കുക. ഇതെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് നമ്മളെ തന്നെ നമ്മൾ കരുതുമ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്വവും ഒരു വിളിയും ഒരു ദൌത്യവുമാണ്. യേശുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മള് നമുക്ക് വേണ്ടിയല്ല, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും അങ്ങനെ ഒരു മാതൃകയും ആകുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാക്യംപറമ്പലത്തിലൂടെ ഒരു അത്ഭുതം സംഭവിച്ചു എന്നത് അത് തുടർച്ചയായി അങ്ങ് സംഭവിക്കും എന്നതിന്റെ തെളിവല്ല. അതിൽ മുടക്കം വരുത്തുകയും കഴിഞ്ഞ കാലങ്ങളിൽ അച്ഛനിലൂടെ ദൈവം പ്രവർത്തിച്ച ഈ ലോകത്തിന് ദൈവം സമ്മാനിച്ച അനുഗ്രഹങ്ങൾക്ക്
നന്ദി പറയാൻ വേണ്ടി ഇടവേളകൾ തരുന്ന രീതിയും ദൈവത്തിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മഴയുടെ കാര്യത്തിൽ മാത്രമല്ല, അച്ഛന്റെ ശുശ്രൂഷയിലൂടെ നിരവധി അനുഗ്രഹങ്ങൾ കൈപ്പറ്റിയവരായിരിക്കാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആത്മാവിന്റെ വെളിപ്പെടുത്തലുകളിലൂടെ പോലും അനേക അനുഗ്രഹങ്ങൾ കൈപ്പറ്റിയവരായിരിക്കാം. പലപ്പോഴും നമ്മൾ ആവർത്തിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തണം എന്നത്. അതും ഈ ശുശ്രൂഷയുടെ ഭാഗമായി വളർച്ച പ്രാപിച്ച് ദൈവത്തിന് മഹത്വം കൊണ്ടാകണം. ആത്യന്തികമായി ദൈവത്തിന് നന്ദി പറയേണ്ടതുണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എന്നൊരു കാര്യമാണ് ദൈവം നമുക്ക് പറഞ്ഞു തന്നത്. അച്ഛാ, പിന്നീട് ഈ വർഷവും ഇതുപോലെ വരൾച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുന്നു. ഈയിടെ വചനോത്സവത്തിൽ, കഴിഞ്ഞ മാസത്തെ വചനോത്സവത്തിൽ അച്ഛന്റെ ഈ മഴവചനങ്ങളെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് അച്ഛന്റെ അറിവോടുകൂടിയാണോ, അച്ഛൻ ആവശ്യപ്പെട്ടിട്ടാണോ? കോട്ടയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിലും കോട്ടയിലെ അനുദിന ശുശ്രൂഷയുടെ സമയത്തും മഴ പെയ്യാനുള്ള പ്രാർത്ഥനകൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോ കഴിഞ്ഞ ഏതാനും നാളുകളായി എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ കൂടുന്ന ഒരു ചെറുപ്പക്കാരൻ, 40 വയസ്സാണ്, ചെറുപ്പക്കാരനോ മധ്യവയസ്കനായിക്കോട്ടെ, അദ്ദേഹം കമ്പ്യൂട്ടർ ബൈബിൾ വചനങ്ങൾ കമ്പ്യൂട്ടറിൽ നിന്ന് ശേഖരിച്ച് ഒരു 10-12 വചനങ്ങൾ അച്ചടിച്ച് എന്റെ അടുത്ത് കൊണ്ടുവന്നു. ചില തിരുത്തിരവുകൾ കണ്ടെത്താൻ കഴിഞ്ഞു. അതിനുശേഷം അതിന്റെ ഒരു 3000 കോപ്പി അച്ചടിച്ചെടുത്തു. അതില് 1500 കോപ്പി ഡിവൈൻ ധ്യാനമന്ദിരത്തില് ഒരു വൈകുന്നേര ശുശ്രൂഷയിൽ വിതരണം ചെയ്ത് അത് ചൊല്ലിക്കൊടുത്തു. ഒരു 3 പ്രാവശ്യം ഇത് ഓരോ വചനവും ചൊല്ലിക്കൊടുത്തു. ആ സമയത്ത് തന്നെ ഇടുക്കിയിൽ ധാരാളം മഴ പെയ്തെന്ന് പിന്നീട് റിപ്പോർട്ടുണ്ടായി. എന്നാൽ ചാലക്കുടി ഭാഗത്ത് മഴ പെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ചൊല്ലിയെങ്കിലും ഒരു പ്രോത്സാഹനം കിട്ടി. എവിടെയെങ്കിലും മഴ പെയ്തു, അന്ന് തന്നെ മഴ പെയ്തു. പിറ്റേ ആഴ്ചയും ഇതുപോലെ 1000 കടലാസുകൾ വിതരണം ചെയ്ത് ഡിവൈൻ ധ്യാനമന്ദിരത്തില് ഇത് ചൊല്ലിക്കൊടുത്തു. എറണാകുളത്ത് മഴ പെയ്തു, ചാലക്കുടിയിൽ മഴ പെയ്തിട്ടില്ല. ഹല്ലേലൂയ. കോട്ടയം ആശ്രമത്തില് ഇതേ കടലാസ് വിതരണം ചെയ്തപ്പോഴേ മഴ അങ്ങ് തുടങ്ങി. പുറത്തു നിന്നയാള് എന്റെ അടുത്തെന്ന് പറഞ്ഞു, അച്ഛാ മഴ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് മഴ നിന്നു. അപ്പോ ഈ കടലാസ് വിതരണം ചെയ്ത് ഉടനെ മഴ പെയ്യണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. നമ്മൾ ചോദിക്കുമ്പോഴേ കിട്ടണം. അപ്പൊ താമസിപ്പിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച കോട്ടയിലും മുരിങ്ങൂരും മഴ പെയ്യാതെ മറ്റു സ്ഥലങ്ങളിൽ മഴ പെയ്തു. അതും തുടർച്ചയായിട്ട് പെയ്തില്ല, 1-2 ദിവസം പെയ്തുള്ളൂ. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ദൈവം തൊട്ടടുത്തുള്ള ദൈവമാണ്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളറയിലും നമ്മുടെ മുകളിലും താഴെയും വലത്തും ഇടത്തും ചുറ്റിലും നാം ആയിരിക്കുന്ന സ്ഥലത്തുമെല്ലാം ദൈവം സന്നിഹിതനാണ്. പറന്ന് നീ ആകാശത്തിന്റെ മണ്ടയിൽ ചെന്നാൽ ഞാൻ അവിടെയുണ്ട്, നീ കടലിന്റെ ആഴത്തിൽ ചെന്നാൽ ഞാൻ അവിടെയുണ്ട്. സങ്കീർത്തനം 139 ആണെന്ന് തോന്നുന്നു പറയുന്നത്. അപ്പൊ ദൈവം എല്ലായിടത്തും ഉണ്ട്. ആ ദൈവം എന്താണ് ഇപ്പൊ നമ്മള് പ്രാർത്ഥിച്ച സ്ഥലത്ത് തുടർച്ചയായിട്ട് മഴ കിട്ടിയില്ല, മഴ താമസിപ്പിച്ചു എന്ന രീതിയിൽ വന്നത്. അപ്പോ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പിന്നീട് വെളിപ്പെട്ട് കിട്ടുന്നത് പോലെ ഇങ്ങനെ അനുഭവപ്പെട്ടു. സ്വാഭാവിക മനുഷ്യൻ എപ്പോഴും അവന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കൂ. ഇതൊരു ഭൗതിക ആവശ്യമാണ്, മഴ പെയ്യാന്നുള്ളത്, കൃഷി നന്നാകുക, വെള്ളം കുടിക്കാനുണ്ടാവുക. പക്ഷെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഉടനെ തരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ദൈവത്തിന് മറ്റെന്തെങ്കിലും വെളിപ്പെടുത്താനുണ്ടാവും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയൊരാശയമാണ്, നിങ്ങൾ ഭൗതികമായ മഴയ്ക്ക് വേണ്ടിയില്ലേ പ്രാർത്ഥിക്കുന്നത്, എന്തുകൊണ്ട് ആത്മീയ മഴയ്ക്ക് വേണ്ടി, പരിശുദ്ധാത്മാഭിഷേക മഴയ്ക്ക് വേണ്ടി, ദൈവവചനത്തിന്റെ മഴയ്ക്ക് വേണ്ടി എല്ലാ രാജ്യങ്ങളിലും ദേശങ്ങളിലും ബൈബിൾ കൺവെൻഷനുകൾ ഉണ്ടാകണമേ, ധ്യാന കേന്ദ്രങ്ങൾ ഉണ്ടാകണമേ, സുവിശേഷ വേലകൾ ഉയർത്തപ്പെടണമേ. കാരണം എല്ലാവരും ദൈവത്തിന്റെ അനന്ത സ്നേഹം അറിയണം, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. ആ മേഖല ഫസ്റ്റ് പ്രയോറിറ്റിയിൽ 1-ാം സ്ഥാനത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതേ വചനം പറഞ്ഞുകൊണ്ട് തന്നെ, മഴയ്ക്ക് വേണ്ടിയുള്ള ആ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ആത്മീയ അഭിഷേകം മഴയ്ക്ക് വേണ്ടി, അത് ലോകം മുഴുവനും വേണ്ടി, എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടിയും ഇവിടെ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അപ്പൊ ലോകത്തിന്റെ അതിർത്തികളിലേക്ക് പരിശുദ്ധാത്മാഭിഷേകവും വചനാഭിഷേകവും കടന്നു ചെല്ലുവാൻ ദൈവം എളിയവരും ചെറിയവരുമായ നമ്മുടെ ഈ വരൾച്ചയുടെ കാലം ദൈവം ഉയർത്തുന്നു എന്ന് മനസ്സിലാക്കി എന്നൊരു വെളിപ്പെടുത്തൽ നൽകിയതുപോലെ അനുഭവപ്പെട്ടു.
ആ പ്രബോധനം ക്രമേണ കോട്ടയിലും ചുറ്റുപാടും ഒക്കെ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ദൈവത്തിന്റെ പരിപാലനയിൽ ഇതെല്ലാം കേട്ട അനേകം പേര് ഈ വിതരണം ചെയ്ത മഴ വാഗ്ദാനം ചെയ്ത വചനങ്ങളുടെ കടലാസ് കോപ്പികളെടുത്ത് വിതരണം ചെയ്യാൻ തുടങ്ങി. ചാലക്കുടിയിലെ ഒരു പള്ളിയിൽ ഒരു കെട്ട് കടലാസ് കൊണ്ടുവന്ന് വെച്ചു. വൈകുന്നേരം ആകുമ്പോൾ ഇല്ല, പിറ്റേ ദിവസം അടുത്ത കെട്ട് വന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് ആൾക്കാര് ഈ വചനക്കടലാസുകൾ പ്രിന്റ് ചെയ്ത് അല്ലെങ്കിൽ കോപ്പി എടുത്ത് കൊണ്ടുവന്ന് വിതരണം ചെയ്തു. അങ്ങനെ വ്യക്തിപരമായിട്ടും കുടുംബ പ്രാർത്ഥനയുടെ സമയത്തും ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ദൈവം കേരളത്തിലുടനീളം മഴ നൽകിയ ഒരനുഭവ സാക്ഷ്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് നല്ല ദൈവത്തിന് 1000 10,000 കോടാനുകോടി നന്ദി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ വെളിപ്പെടുത്തലുകളുടെ ഈ ശുശ്രൂഷ ഇന്നേക്ക് ഇവിടെ പൂർത്തിയാകുമ്പോൾ ദൈവം ഈ സമയം നമുക്ക് തന്ന ഏറ്റവും കാതലായ സന്ദേശം പരിശുദ്ധാത്മ മഴയ്ക്കു വേണ്ടി നമ്മൾ ജാതി മതഭേദമന്യേ ദേശഭേദമന്യേ മഴ പെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് ആത്മീയ മഴയ്ക്ക് വേണ്ടി ഭൗതികമായൊരു തകർച്ചയ്ക്ക് പരിഹാരമായ മഴ ആഗ്രഹിക്കുന്ന നമ്മൾ ആത്മീയമായ തകർച്ചയിലകപ്പെട്ടിരിക്കുന്ന ലോകത്തിന് വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഇതുപോലെ ശക്തിപ്പെടുത്തണമെന്നുണ്ട്. അതാണ് ദൈവത്തിന്റെ സന്ദേശം. വചനോത്സവത്തിലൂടെയൊക്കെ ലക്ഷക്കണക്കിന് വീടുകളിൽ ഈ മഴവചനങ്ങൾ എത്തിയിട്ടുണ്ടാവും. ആ മഴവചനങ്ങൾ ഭൗതിക മഴയ്ക്ക് വേണ്ടി മാത്രമല്ല, ഒരു ആത്മീയ മഴയ്ക്ക് വേണ്ടി കൂടി ലോകം മുഴുവനായിട്ടുള്ള മധ്യസ്ഥമായി ഉയരട്ടെ. ഇനി നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി നായ്ക്കമ്പറമ്പലച്ചൻ നേതൃത്വം കൊടുക്കുന്ന ആരാധനയിലേക്ക് പ്രവേശിക്കുന്നു. ആരാധിക്കാം, നമുക്കാരാധിക്കാം ജീവന്റെ അപ്പമാം യേശുവിനെ. ആരാധിക്കാം, നമുക്കാരാധിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മള് ജീവനുള്ള ദൈവത്തിന്റെ തിരു മുമ്പിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. യെശയ്യാ 55:6 കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവൻ, അവിടുന്ന് അരികെ ഉള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവൻ. നമുക്ക് കൈകളുയർത്തി നമ്മുടെ നല്ല ദൈവത്തോട് നമ്മുടെ നൊമ്പരങ്ങളും വേദനകളും തകർച്ചകളും പരാജയങ്ങളും വീഴ്ചകളും എല്ലാം സമർപ്പിക്കാം. മഴയില്ലാത്ത കാലത്ത് മഴ പെയ്യാനുള്ള വചനങ്ങൾ പറഞ്ഞപ്പോൾ മഴ സമൃദ്ധമായി വർഷിച്ചു. മറ്റത്ഭുതങ്ങളും അടയാളങ്ങളും അവിടുന്ന് വർഷിച്ചു. പ്രബോധനം നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മളുടെ രോഗങ്ങള്, ഭാരങ്ങള്, ബന്ധനങ്ങള് അവിടത്തേക്ക് സമർപ്പിക്കുക. വയറ്റിൽ ക്യാൻസർ ഉള്ള 7 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഒരു സന്ദേശം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇടതുകാൽ മുട്ടിന് വേദനയും നീർക്കെട്ടുമുള്ള 8ഓളം പേരെ കർത്താവ് അത്ഭുത സൗഖ്യം നൽകുന്നു. 8, 7 എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നവരുടെ അളവ് സ്പർശനമനുസരിച്ച് 70ഉം 80ഉം അതിൽ കൂടുതൽ പേർക്ക് ഈ ഒരേ സമയത്ത് സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കാം. അത് 700 ആകാം, 800 ആകാം. വിശ്വസിക്കുന്ന എല്ലാവരിലേക്കും അവിടുത്തെ സാന്നിധ്യവും രോഗശാന്തി ശക്തികളും കടന്നു ചെല്ലും എന്നോർത്തുകൊണ്ട് കർത്താവിന്റെ അനന്ത സ്നേഹത്തിൽ ശരണപ്പെട്ട് മുന്നേറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശുശ്രൂഷയുടെ സമയത്ത് 22ഓളം പേർക്ക് ശക്തമായ തലവേദനയിൽ നിന്ന് കർത്താവ് മോചനം നൽകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറ്റനവധി രോഗപീഠകൾ കർത്താവിന്റെ തിരുസന്നിധാനത്തിൽ വിട്ടുപോകുന്നു. പ്രകാശം വരുമ്പോൾ അന്ധകാരം മാറിപ്പോകുന്നത് പോലെ തന്നെ നമ്മുടെ രോഗപീഠകൾ, പൈശാചിക ബന്ധനങ്ങൾ ഇവയെല്ലാം നിർവീര്യമാവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളത്തിൽ വീണ് ഭയപ്പെട്ട ഒരു മകന്റെ ഭയം, വർഷങ്ങളായിട്ടുള്ള ഭയം കർത്താവ് എടുത്തു മാറ്റുന്നു.
ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ നന്ദി. യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം. യേശുവേ നന്ദി യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈവേദന, വരം വേദന, ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പുറം വേദന, ഇതൊക്കെയുള്ള ഏതാനും പേരെ കർത്താവ് ഇപ്പോൾ പൂർണ്ണ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ശരീരത്തിൽ അലർജി രോഗമുള്ള 14 പേർക്ക് ഈശോ വിടുതൽ നൽകുന്നു. വിട്ടുമാറാത്ത ജലദോഷം, കഫത്തിന്റെ അസ്വസ്ഥത ഇവ മൂലം ബുദ്ധിമുട്ടുന്ന 12 പേരെ ഈശോ സുഖപ്പെടുത്തുന്നു. ശരീരത്തിനും മനസ്സിനും കുടുംബത്തിനും വ്യക്തിബന്ധങ്ങൾക്കുമുള്ള തകർച്ചകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവ ഏറ്റെടുക്കുന്ന കർത്താവിന് നന്ദി പറയുക. യേശുവേ നന്ദി. യേശുവേ നന്ദി. നമുക്ക് വേണ്ടി മാത്രമല്ല, അനേകായിരങ്ങൾക്ക് വേണ്ടി കൂടി സ്തുതിക്കുക. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. നമുക്ക് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ശിരസ് നമിക്കാം, തല വണങ്ങി നിൽക്കാം. തിരുവോസ്തിയിൽ സ്വർഗീയ മന്നയായിറങ്ങി വരുന്നു ദൈവം. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധിക്കാം, നമസ്കാരാധിക്കാം ജീവന്റെ അപ്പമാം യേശുവിനെ. ആരാധിക്കാം, നമസ്കാരാധിക്കാം ജീവന്റെ അപ്പമാം യേശുവിനെ. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. അടുത്തയാഴ്ച വീണ്ടും നായ്ക്കമ്പറമ്പലച്ചിലൂടെ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമുക്കിടയിൽ അതിശക്തമായ സ്വാധീനം അനുവദിക്കട്ടെ. നന്ദി. ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, യേശുവിൻ ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, പരിശുദ്ധാത്മാവിൻ വെളിപ്പെടുത്തലുകൾ, യേശുവിൻ ആത്മാവിൻ വെളിപ്പെടുത്തലുകൾ, പരിശുദ്ധാത്മാവിൻ